വെള്ളാപ്പള്ളി നടേശന്റെ അടുത്തിടെ ഇറങ്ങിയ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന കോൺഗ്രസ് നേതാവായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള പ്രസ്താവന വളരെയേറെ വിമർശനങ്ങൾക്കാണ് വഴിതെളിച്ചത്. രണ്ടാം കക്ഷിയായിട്ട് കൂടി എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഡിസിഷൻസിലും അല്ലെങ്കിൽ UDFിലെ ഡിസിഷൻസിലും ലീഗിന് ഇത്രമാത്രം സ്ഥാനം ലഭിച്ചത് എന്ന് തുടക്കത്തിൽ മുതലേ നമുക്കൊന്ന് നോക്കാം. 1967 UDF മുസ്ലിം ലീഗ് ആദ്യമായി അധികാരത്തിൽ വരുന്നത്. അന്ന് EMSന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി എന്ന മന്ത്രിസഭയിൽ അംഗമായിരുന്ന മുസ്ലിം ലീഗ് മലപ്പുറം ജില്ല രൂപീകരിക്കുകയായിരുന്നു. അതിനുശേഷം തുടർച്ചയായി മലപ്പുറത്ത് നിന്ന് അവർക്ക് MLA മാരെ തിരഞ്ഞെടുത്ത് നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതിനാൽ റെപ്രസെൻറ്റേഷൻ സ്ഥിരമായിട്ട് ഉണ്ടാവാറുമുണ്ട്. 1970 യുണൈറ്റഡ് ഫ്രണ്ട് എന്ന UDFന്റെ ഒരു പൂർവ്വകാല രൂപമായിരുന്നു. അതിൽ മുസ്ലിം ലീഗ് അംഗമായിരുന്നു. 1979 UDF ഫോം ചെയ്യപ്പെട്ടു. അതിൽ K കരുണാകരൻ, CH മുഹമ്മദ് കോയ, ജോസഫ് എന്നിവർ ചേർന്നിട്ടാണ് അത് രൂപീകരിച്ചത്. തുടക്കം മുതലേ UDFന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു മുസ്ലിം ലീഗ്. 1980-കളിലും 1970-കളിലും K കരുണാകരനായിരുന്നു കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് അല്ലെങ്കിൽ ലീഡർ. അതുകൊണ്ട് തന്നെ ശക്തനായ നേതാവായ K കരുണാകരൻ ഉണ്ടായിരുന്നത് കൊണ്ട് മുസ്ലിം ലീഗിന് കാര്യമായ പ്രഷറോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ വലിയ സ്ഥാനമോ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. മിക്കവാറും എല്ലാ തീരുമാനങ്ങളും A അല്ലെങ്കിൽ I ഗ്രൂപ്പുകൾ തമ്മിലെടുക്കുകയും തുടർന്ന് അവർ തമ്മിൽ തർക്കമുണ്ടാവുകയാണെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചുകൊണ്ട് ഇലക്ഷനെ ഫൈറ്റ് ചെയ്യുകയും ആയിരുന്നു പതിവ്. ആ ഗ്രൂപ്പ് വഴക്കുകളിലൊന്നും മുസ്ലിം ലീഗ് ഭാഗവക്കാവാറില്ല. 1982 K കരുണാകരൻ മന്ത്രിസഭയിൽ 4 മന്ത്രിമാരും ഒരു രാജ്യസഭാ സീറ്റും ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർഷിപ്പും മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. അതിനുശേഷം വന്നത് നയനാർ മന്ത്രിസഭയായിരുന്നു. അത് മുസ്ലിം ലീഗ് അന്ന് പ്രതിപക്ഷത്തിരിക്കുകയായിരുന്നു. 1991 വീണ്ടും K കരുണാകരൻ അധികാരത്തിൽ വരുന്നു. K കരുണാകരൻ്റെ കൂടെ മുസ്ലിം ലീഗിന് അന്നും 4 മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ആ മന്ത്രിസ്ഥാനങ്ങൾ കൂടാതെ 19ഓളം നിയമക MLA മാർ ഉണ്ടായിരുന്നതിനാൽ തങ്ങൾക്ക് രണ്ടാമതൊരു രാജ്യസഭാ സീറ്റിനുള്ള അവകാശമുണ്ട് എന്ന് മുസ്ലിം ലീഗ് പറയുകയുണ്ടായി. സീതി ഹാജി, അവരിലെ നേതാവായ സീതി ഹാജി, K കരുണാകരൻ ഞങ്ങൾ പറയാതെ തന്നെ ഒരു താലത്തിൽ വെച്ച് നമുക്ക് രാജ്യസഭാ സീറ്റ് നൽകുന്നതായിരിക്കും എന്ന പ്രഖ്യാപനം നടത്തി. ഇതിന് കരുണാകരൻ്റെ പതിവ് ശൈലിയിലുള്ള കണ്ണിറുക്കിക്കൊണ്ടുള്ള മറുപടി താലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഏൽപ്പിക്കുന്നതായിരിക്കും എന്ന് മാത്രമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ ഡിസിഷൻസ് കംപ്ലീറ്റ് കോൺഗ്രസിൻ്റേത് തന്നെയായിരുന്നു. മുസ്ലിം ലീഗിന് കാര്യമായ പ്രഷർ ചെലുത്താനൊന്നും കഴിഞ്ഞിരുന്നില്ല. 1991 മുതലുള്ള കരുണാകരൻ മന്ത്രിസഭയിലെ ഗ്രൂപ്പ് വഴക്കാണ് മുസ്ലിം ലീഗിന് UDFിൽ ഇത്രമാത്രം ശക്തമാക്കിയത് എന്ന് വേണം പറയാൻ. ഡോക്ടർ കുട്ടപ്പന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി Aയും I ഗ്രൂപ്പും തമ്മിലുണ്ടായ വടംവലിയിൽ കുട്ടപ്പന് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും പകരം ഉമ്മൻചാണ്ടി അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് A ഗ്രൂപ്പ് ഒരു വീടെടുത്ത് യോഗം ചേരുകയും ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം ആ സമയത്ത് തന്നെയായിരുന്നു ചാരക്കേസ്. അത് ഒരു അവസരമാക്കി കണ്ടുകൊണ്ട് ISRO ചാരക്കേസിനെ അവസരമാക്കി K കരുണാകരനെ ശക്തമായി ആഞ്ഞടിക്കാനും തീരുമാനിച്ചു. K കരുണാകരൻ മന്ത്രിസഭയിലെ അംഗമായിരുന്ന മുസ്ലിം ലീഗ്, മാണി ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ് എന്നിവരെ ചേർത്തുകൊണ്ട് ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കിൽ പുതിയ ഒരു തുടക്കമിട്ടു. എന്തെന്നാൽ ഗ്രൂപ്പ് വഴക്കിൽ അതുവരെ മറ്റ് പാർട്ടികളെ ഉൾപ്പെടുത്താതിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇവരുടെ കൂടെ സപ്പോർട്ടോടുകൂടി K കരുണാകരനെ മാറ്റുവാനും ഉള്ള ശ്രമങ്ങൾ ഉമ്മൻചാണ്ടി തുടങ്ങിയതാണ് മുസ്ലിം ലീഗിന് കൂടുതൽ കരുത്ത് പകർന്നത്. ഓർക്കുക, UDFിൽ അല്ലെങ്കിൽ നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസിൽ അപ്പോഴും K കരുണാകരന് തന്നെയായിരുന്നു കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ. എന്നിരുന്നാലും നരസിംഹറാവുവിൻ്റെ മൗനാനുവാദത്തോടെ മറ്റ് സഖ്യകക്ഷികളുടെ സഹായത്തോടെ K കരുണാകരനെ പുറത്താക്കുന്നതിൽ ഉമ്മൻചാണ്ടി വിജയിച്ചു. അതിനുശേഷം AK ആന്റണിയെ ഇവിടേക്ക് കൊണ്ടുവരികയും മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. AK ആന്റണിയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയത് തിരൂരങ്ങാടിയിൽ മത്സരിപ്പിച്ചിട്ടാണ്. തിരൂരങ്ങാടിയിൽ മത്സരിപ്പിക്കാനുള്ള നേതൃത്വം നൽകിയതും അവിടെ നിന്ന് അവരെ വിജയിപ്പിച്ചു കൊണ്ടുവന്നതും മുസ്ലിം ലീഗ് ആയിരുന്നു. മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിത സീറ്റായിരുന്നു തിരൂരങ്ങാടി. അതോടുകൂടി മുസ്ലിം ലീഗിന്
UDFിലുള്ള സ്ഥാനം വല്ലാതെ വർദ്ധിക്കുകയായിരുന്നു. അതിനുശേഷം AK ആന്റണി മന്ത്രിക്ക് ശേഷം നായനാരുടെ വീണ്ടും മന്ത്രിസഭ വന്നു. അതിൽ നിന്ന് UDF പ്രതിപക്ഷത്തായിരുന്നു. തുടർന്ന് 2001 വീണ്ടും AK ആന്റണി അധികാരത്തിൽ വരികയായിരുന്നു. അന്ന് UDFന് നല്ല ഭൂരിപക്ഷം ലഭിക്കുകയും അതിൽ തന്നെ ലീഗിന് ശക്തമായ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു. അന്ന് മുതലാണ് AK ആന്റണിയുടെ മേൽ ശക്തമായ ഒരു സമ്മർദ്ദം ചെലുത്താനായിട്ട് മുസ്ലിം ലീഗിന് കഴിഞ്ഞത്. ഈ സമ്മർദ്ദത്തിന്റെ ഫലമായി AK ആന്റണി നടത്തിയ ഒരു പ്രസ്താവന കൂടുതൽ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടു. സംഘടിതരായ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന പ്രസ്താവന NSSും SNDPയും സ്വാഗതം ചെയ്യുകയും മുസ്ലിം ലീഗും അതേസമയം ക്രിസ്തീയ സഭകളും ശക്തമായി വിയോജിപ്പറിയിക്കുകയും ചെയ്തു. 2004 നടന്ന തെരഞ്ഞെടുപ്പിൽ തോൽവിയായിരുന്നു AK ആന്റണിക്ക് ലഭിച്ചത്. നിയമസഭയല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കാനായി സാധിച്ചില്ല. മുസ്ലിം ലീഗിന്റെ ഒരേ ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നു ജയിച്ചത്. 19 സീറ്റും CPM കൊണ്ടുപോവുകയായിരുന്നു. അത് മുതലാക്കി വീണ്ടും UDFിൽ ഉമ്മൻചാണ്ടി മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിക്കൊണ്ട് സമ്മർദ്ദം ചെലുത്തി AK ആന്റണിയെ രാജിവെപ്പിക്കുകയും പകരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയുമായിരുന്നു ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ എത്തുന്നതോടുകൂടി ലീഗിന് വീണ്ടും ശക്തി കൂടി. ആ സമയത്ത് തന്നെ ഐസ്ക്രീം പാർലർ കേസ് ഉയർന്നു വരികയും കുഞ്ഞാലിക്കുട്ടിക്ക് രാജിവെക്കേണ്ടി വരികയും ചെയ്തു. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചെങ്കിലും രാജിവെക്കാനായി ഒരുപാട് സമയമെടുക്കുകയും തന്മൂലം ഒരു ഗവൺമെന്റിന്റെ മൊത്തം പ്രതിച്ഛായയ്ക്ക് കാര്യമായ മങ്ങലേൽക്കുകയും സംഭവിച്ചു. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഇതിനെ കൃത്യമായി മുതലാക്കി. അതിന് ശേഷം വന്ന മന്ത്രിസഭ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള CPM മന്ത്രിസഭയായിരുന്നു. ഈ ഭാഗത്തിനുള്ള ശേഷമുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 8 മിനിറ്റായി. അതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് മാറ്റി അത് ചെയ്യുന്നതാണ്. ദയവായി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഷെയറും കമൻറ്റും ഈ വീഡിയോയ്ക്ക് റീച്ച് കൂടാൻ സഹായകമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.